ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഷുഗർ സിറപ്പാണ് തയ്യാറാക്കാൻ പോണേ. അപ്പോൾ ഷുഗർ സിറപ്പിന് ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. സെയിം അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് പഞ്ചസാരയൊക്കെ അലിയിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ ഷുഗർ സിറപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാലാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ ചിലപ്പോൾ അത് മുഴുവനും വേണ്ടിയൊന്നും വരില്ല കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എനിക്ക് പാല് മുഴുവനായിട്ടും വേണ്ടി വന്നിട്ടില്ല കേട്ടോ. 1/4 കപ്പിൻ്റെ അടുത്ത് വരെയൊക്കെ വന്നിട്ടുള്ളൂ. ഇനി ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ബ്രെഡൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് നന്നായിട്ട് റൗണ്ടിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഗുലാബ് ജാമുൻ്റെ ഷേപ്പിലൊക്കെ ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം ഹൈ ഫ്ലെയിമിൽ ഇടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ എണ്ണ നന്നായിട്ട് കുടിക്കും. തിരിച്ചു മറിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ഗുലാബ് ജാമുൻ്റെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ബ്രെഡ് ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.